Hello guys, it's your boy AR6YT നോട്ടിഫിക്കേഷനും വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഗ്യാരേജിലോട്ട് പോവാം. അടുത്ത് വേറെ വണ്ടി ഉണ്ട്, പക്ഷെ എല്ലാ വണ്ടിയും ഇപ്പോൾ സർവീസിന് ഇട്ടുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇതാ ഗൈസ് ഉണ്ട് സ്വിഫ്റ്റ് വണ്ടി ഇപ്പോൾ സെറ്റാക്കിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ സ്പോയിലറും എക്സോസ്റ്റും ഫ്രണ്ട് ഹുഡും ബ്ലാക്ക് ആക്കാൻ പറഞ്ഞിരുന്നു അവരോട്. എക്സോസ്റ്റും ഒക്കെ മാറ്റിയിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം സെറ്റായി. നമുക്കൊന്ന് ഒരു റൈഡിന് പോവാം. ഇന്നലെ ഞാൻ പേ ചെയ്തായിരുന്നു, ഇല്ല നമ്മളെ പുതിയ എക്സോസ്റ്റിൻ്റെ ഇന്നലെ തന്നെ നമ്മളെ സ്റ്റോക്ക് എക്സോസ്റ്റിൻ്റെ വണ്ടി ഒരു രക്ഷയില്ല ഗൈസ്. സെറ്റ് വണ്ടി പറമ്പൊക്കെ ചാടുകയാണ്. എൻജിനൊന്നും കിട്ടിയില്ല, ഇതിനൊക്കെ അത് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ടർബോ ഇട്ടിരുന്നു ഗൈസ്. 30,000 ഇപ്പം എൻ്റെ ടർബോന് വേണ്ടി പോയത്. നമുക്ക് ഇന്നൊരു അത്യാവശ്യം നമ്മളെ സ്വിഫ്റ്റ് ഇത് ചെയ്തപ്പോൾ അവരവിടുന്ന് പറഞ്ഞത് ഈ മോഡിഫിക്കേഷൻ ടർബോ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു ലോങ് ഡ്രൈവിന് പോകണം, കുറച്ച് മൈൽസ് ഇതാക്കണം എന്നാണ്. ഇപ്പം ഞാൻ 10 മൈൽസേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ മൈൽസ് ചെയ്യണം. നമുക്ക് അത്യാവശ്യം കുറച്ചൊന്ന് പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സ്വിഫ്റ്റ് ഇപ്പോൾ ഒന്നും പറയാനില്ല ഗൈസ്. ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കുക ഗൈസ്. വണ്ടി രക്ഷയില്ല ഗൈസ്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഞാൻ ഇന്നലെ ഫുൾ ടാങ്ക് ഇട്ടിട്ട് അത്യാവശ്യം കുറച്ചൊന്ന് ഓടിച്ചിരുന്നു. ഇപ്പോഴാണ് ടയർ പൊട്ടിയത്. അപ്പോൾ ടയർ പോപ്പായതുകൊണ്ടാണ് ടയർ സർവീസിന് കൊടുത്തത്. നമുക്കൊന്ന് ഫ്യൂവൽ ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഇറക്കിയിട്ടല്ലോ, അത്യാവശ്യം ഫ്യൂവൽ ഉണ്ട്. എന്നാലും ഇന്നലെ അതുപോലെ ചെറുതായിട്ട് ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഒന്ന് ഓവർ ഹീറ്റ് ആയിരുന്നു. അപ്പോൾ അതും കൂടെ ശരിയാക്കാം. അപ്പോൾ കറക്റ്റ് ഇതാണ് ഇനി നമ്മൾ പറപ്പിക്കാൻ പോവാണ്. കഴിഞ്ഞു ഗായ്സ്. 120 വരെ പോയി ഗൈസ്. സ്വിഫ്റ്റ് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ട്. 11 മൈൽസായി. ഇത് റിക്കവർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ട കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷനും കണ്ട ഒരു വണ്ടി അല്ലാന്നേ തോന്നുന്നു. ഇത്രയും മോഡിഫിക്കേഷനാണ് ഇപ്പോൾ വണ്ടിയിലോട് ചെയ്തത്. നമ്മൾ 25ൻ്റെ റോഡിൽ കൂടെയാണ് 112ൽ പോകുന്നത്. ടയർ കിടന്ന് കത്തുകയാണ്, പുതിയ ടയറായതുകൊണ്ട്. വണ്ടീനെ പറപ്പിക്കുകയാണ്. സ്വിഫ്റ്റ് കാറല്ല ലെവലാണ്. എന്തായാലും വേറെ ലെവല്. ഞാൻ ഫുള്ള് കൊടുക്കാൻ പോവാണ്.
എൻ്റെ ടോപ്പ് സ്പീഡ് ഇന്നലെ ഞാൻ നോക്കിയിട്ടില്ല, അത് ടെർബോ ഇട്ടതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓടിക്കുന്നത്. ഗൈസ് ആക്സിഡൻ്റ് ആയി ഗൈസ്. ഇതുപോലെ ഒരു ആക്സിഡൻറ്റിലാണ് നമ്മൾ സ്വിഫ്റ്റ് ഫസ്റ്റ് ടൈം കിട്ടുന്നത്. ഓ ഷൂട്ട്. ഇറക്കിയിട്ടേ ഉള്ളു ഗൈസ്, വലിയ ഡാമേജൊന്നും കാണുന്നില്ല. നമുക്കത് ഒരു പെയിൻറ് മിസ്സാക്കി ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, ഇതുപോലെ ഒരു ആക്സിഡൻറ്റിലാണ്. അതായത് എനിക്ക് ആ ഫൂട്ടേജ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അത് ഇടിച്ച ഫൂട്ടേജ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഡിലീറ്റ് ആയിപ്പോയി. അവിടെ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടിയാണ്. നമുക്ക് പോവാം. ഓൾറെഡി 14 മൈൽസ് സ്വിഫ്റ്റ് വേറെ ലെവലാണ് ഗൈസ്. ഇനി മുതൽ ഞാൻ കസ്റ്റം തംബ്നെയിൽസ് ഉണ്ടാക്കിയിടും ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ വരുന്ന തംബ്നെയിലിൽ തന്നെയാണ് ഇടാറ്. ഒന്ന് മാറ്റാനാണ്. ഇപ്പോൾ ലോങ് റോഡ് വന്നു, ഞാൻ ഫ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡെസേർട്ട് എത്തി ഗൈസ്. ഡെസേർട്ടിലൊരു മോട്ടലുണ്ട്, അവിടെ വരെയാണ് നമ്മൾ പോകുന്നത്. ലോങ് ഡ്രൈവ് സീരീസ് അല്ല, ലോങ് ഡ്രൈവ് സീരീസ് എഫ്സി മൊബൈൽ സീരീസ് ഞാൻ നിർത്തി ഗൈസ്. അപ്പോൾ എൻ്റെ ലോങ് ഡ്രൈവ് സീരീസ് കണ്ടവർക്കറിയാം, എൻ്റെ മോട്ടൽ വരെ നമ്മൾ ജീവാഗണം കൊണ്ട് പോയിരുന്നു. ടയർ ചൂടത്ത് തന്നെ കാറ്റാണ് ഗൈസ്. 130 140 47 ഗൈസ്, 150. ഇപ്പോൾ ടോപ്പ് സ്പീഡ് അടിക്കും. ഇത് നമ്മളെ മോട്ടലെത്തി ഗൈസ്. കുറച്ചുകൂടെ പോകണം ഗൈസ്. അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ നിർത്തണം ഗൈസ്. മിസ്സായിപ്പോയി, എൻ്റെ ഫ്ലോർ ചെയ്തതാണ്. നിങ്ങളോട് ഈ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ പറ്റിയിട്ടില്ല. ഞാൻ അവിടുത്തെ ഗ്യാസ് സ്റ്റേഷനിൽ നിർത്താം. പുതിയ ബ്രേക്കാണ്, വണ്ടി പിടിച്ചാൽ കിട്ടൂല. ഇപ്പോൾ നമ്മളെ സ്വിഫ്റ്റും കൊണ്ട് നമ്മൾ ഇത്രയും ദൂരെത്തി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ സ്വിഫ്റ്റ് ബോണറ്റ് ബ്ലാക്ക് ആക്കി, നമ്മളെ ഫ്രണ്ട് ബമ്പർ മാറ്റി, നമ്മളെ സൈഡിൽ സ്കേർട്ട്സ് മാറ്റി, ബാക്ക് ബമ്പർ മാറ്റി, സ്പോയിലർ വെച്ചു, വീല് കുറച്ച് പുറത്തോട്ട് തള്ളി, കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം സ്വിഫ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഇത്. അതെൻ്റെ ചാനലിൽ പോയി കാണുക. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.